ഹലോ ഓൾ. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന കാര്യം വൈ ഓപ്ഷൻ ഈസ് നോട്ട് ഫോർ മിഡിൽ ക്ലാസ് എന്നാണ്. അത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറഞ്ഞ ഒരു കോട്ടാണത്. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ ആദ്യം എനിക്ക് ഇതെന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പിന്നെ ഇന്ന് ഞാനൊരു ട്രേഡ് ചെയ്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ഇത് മനസ്സിലായത്. ഞാൻ ഇന്ന് എൻ്റെ ഒരു വ്യൂ ഉണ്ടായിരുന്നു, നിഫ്റ്റി കോൾ ഓപ്ഷൻ ആയിരുന്നു. ഞാൻ അത് വാച്ച് ചെയ്തപ്പോൾ 120 റേഞ്ചിലായിരുന്നു പ്രീമിയം. ഞാൻ കറക്റ്റ് ചാർട്ട് വരച്ച് വെച്ചത് ഞാൻ കാണിച്ചു തരാം. 274 ഞാൻ മാർക്ക് ചെയ്തിട്ടത്. അത് പക്ഷേ ഞാൻ എൻട്രി എടുക്കുകയും ചെയ്തു. എൻട്രി എടുത്തിട്ട് ഞാൻ 122 മേടിച്ചിട്ട് ഞാൻ ആദ്യം 80,000 ഇൻവെസ്റ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ. പിന്നെ എനിക്ക് പറഞ്ഞല്ലോ, നമുക്ക് ഒരു മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് 80,000 റിസ്ക് എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് പറ്റുന്ന ഒരു 20,000 ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഏകദേശം ഒരു മിഡിൽ ക്ലാസ് ഓപ്ഷനിലോട്ട് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഏകദേശം ഒരു 20,000 ആയിരിക്കും മിനിമം ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും അങ്ങനെയാണ് തോന്നുന്നത്, അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി കുറേ നാളായിട്ട് ഇപ്പോൾ ഓപ്ഷൻ ചെയ്യുന്നുണ്ടായില്ല. കുറേ നാളല്ല, ഒരു 1-2 ആഴ്ചയായിട്ട് ഓപ്ഷൻ ചെയ്യണ്ടായില്ല. സ്വിങ് ചെയ്ത് നല്ല പ്രോഫിറ്റ് എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ എനിക്ക് ഇന്ന് ചെയ്യാൻ എൻ്റെ വ്യൂ കറക്റ്റായിരുന്നു. അത് ഞാൻ 120 മേടിച്ച സാധനം ഇപ്പോൾ 274 ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 100% മുകളിൽ പ്രോഫിറ്റ് ഉണ്ട്. എനിക്ക് അവിടെ എത്തുന്നുള്ളൊരു കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം 80,000 ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ 20,000 കുറച്ചു. ട്രേഡ് എടുത്തപ്പോൾ തന്നെ എനിക്കൊരു 1,300 റുപ്പീസ് ലോസ് വന്നു. ഞാനപ്പോൾ എക്സിറ്റ് ആയില്ല. എന്നിട്ട് ഞാൻ എക്സിറ്റ് ആയത് എനിക്കൊരു 800 റുപ്പീസ് പ്രോഫിറ്റിലോട്ട് വന്നു. പിന്നെ അത് 500 ഞാൻ എക്സിറ്റ് ആയി. അത് ഞാൻ ലിമിറ്റിലല്ല ഇട്ടത്, മാർക്കറ്റിൽ സെല്ല് ചെയ്തത്. അപ്പോൾ എനിക്ക് 280 റുപ്പീസാണ് പ്രോഫിറ്റ് വന്നത്. അത് ഞാൻ വിറ്റ് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അത് 274 എത്തി. അപ്പോൾ ഓൾമോസ്റ്റ് 100% മുകളിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു അത്. അപ്പോൾ അത് എനിക്ക് എന്തുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. കാരണം ആ 20,000 രൂപ പോയാലും കുഴപ്പമില്ലാത്തൊരു രീതിയിൽ ഇരുന്നാലാണ് എനിക്ക് എൻ്റെ ടാർഗറ്റ് ഒരു അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ 20,000 റുപ്പീസ് ട്രേഡ് ചെയ്യുകയാണ്. അതൊരു ഇട്ടപ്പോൾ തന്നെ 1,300 റുപ്പീസ് വരെ ലോസ് പോയി. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹാർട്ട് പടപടപടാന്ന് പടയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ആയത്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എക്സിറ്റ് ആവില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കാരണമാണ് പുള്ളിക്കാരി പറഞ്ഞത് വൈ ഓപ്ഷൻ ഈസ് നോട്ട് ഫോർ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ 20,000 രൂപ എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് ട്രേഡ് ചെയ്തെങ്കിൽ എനിക്കിപ്പോൾ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 40,000 മുകളിൽ 110%. എനിക്കത് ഒരു 3/4 മണിക്കൂറിൽ 40,000-45,000 രൂപയായിട്ട് എക്സിറ്റ് ആവാമായിരുന്നു. അപ്പോൾ ഓപ്ഷനിൽ എനിക്ക് തോന്നുന്നു അതാണ് എല്ലാ ആൾക്കാരെയും പിന്നിലോട്ട് വലിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇറക്കിയാലും പോയാലും കുഴപ്പമില്ലാത്ത പൈസയാണ് ഓപ്ഷനിൽ ഇടാൻ പാടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കയ്യിൽ ഒരുപാട് കാശുള്ളവർക്ക് ഇപ്പോൾ 20,000 രൂപ പോയാലും കുഴപ്പമില്ലാത്തവർക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഓപ്ഷൻ ആക്ച്വലി റിസ്ക്കി അല്ല. ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഒരു ശരാശരി ഒരു ചാർട്ട് നോക്കാൻ അറിയുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മുടെ റിസ്ക്കുകളാണ് പ്രശ്നം. ഇപ്പോൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് എന്നെ പോലത്തെ ഒരാൾക്ക് ചിലപ്പോൾ 20,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരു 5,000 രൂപ ആകുമ്പോഴേക്കും 5,000 രൂപ ഒക്കെ കാണുമ്പോഴേക്കും ചങ്ക് പിടപെടാന്ന് പഠിക്കാൻ തുടങ്ങും. പക്ഷെ അത് 5,000 പോയിട്ട് നമ്മളവിടെ എക്സിറ്റ് ആവാതെ ചിലപ്പോൾ നേരെ അത് നമ്മുടെ വ്യൂവിലോട്ട് പോകാനും 100% ചാൻസ് ഉള്ളതായിരിക്കും. പക്ഷെ എന്നാലും നമ്മളവിടെ എക്സിറ്റ് ആവും. 5,000 എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇമോഷൻസ് പിന്നെ വർക്ക് ചെയ്യും. 5,000 രൂപയൊക്കെ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു ട്രേഡിൽ തന്നെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ട്രേഡ് ചെയ്തൊരു എക്സ്പീരിയൻസ് അതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്കിപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എന്താണെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായി. ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അനുഭവം എനിക്കിപ്പോൾ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ എന്തായാലും ഓപ്ഷൻ ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വിങ് ചെയ്യുക. സ്വിങ് ചെയ്തിട്ട് ഒരു ശരാശരി നല്ലൊരു പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10,000 റുപ്പീസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് പോയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങളപ്പോൾ ഓപ്ഷനിലോട്ട് ഇറങ്ങിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിനി അങ്ങനെ ചെയ്യാനായിരിക്കും പ്ലാൻ. അങ്ങനെയാണ് എൻ്റെ ഒരു മനസ്സിലെ വിശ്വാസം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ടോപ്പിക്കായിട്ട് വേറൊരു വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഹാപ്പി ട്രേഡിങ്.